കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ഏകദേശം ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വിധി നിർണയം അടക്കം പൂർത്തിയായോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവസാന ഘട്ടത്തിലേക്ക് പുലികളി കടന്നിരിക്കുന്നു. വിധി നിർണയമൊക്കെ പൂർത്തിയായി വരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആരാണ് ഇത്തവണത്തെ വിജയ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അവിടുന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ എന്ന് പറയുന്നത്. ആരായിരിക്കും ഇത്തവണത്തെ വിജയ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ വിയൂർ യുവജന സംഘമായിരിക്കുമോ, അല്ലെങ്കിൽ 2023 പോലെ അയ്യന്തോൾ സംഘമായിരിക്കുമോ? അയ്യന്തോൾ സംഘം പുതിയ കുറേ സംഭവങ്ങൾ ഇത്തവണ ഇറക്കിയിട്ടുണ്ട്. പുലിമീൻ ഇറക്കിയിട്ടുണ്ട്, പുലിവണ്ടിയായിട്ട് പുലിമീനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ ഈ അവിടുത്തെ അയ്യന്തോൾ സംഘത്തിലെ 51 പുലികൾക്ക് കൊടകളൊക്കെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ചേട്ടാ, കണ്ടോ പുലികളി? കണ്ടോ? പിന്നെ കണ്ടോന്ന് മൊത്തം കണ്ടില്ലേ? മൊത്തം കാണാൻ നമ്മളെ കൊണ്ട് ഈ കിടാങ്ങളെ കൊണ്ട് കാണാൻ എളുപ്പമല്ല. 9 സംഘങ്ങളുടെ കണ്ടു കടന്നു പോയതല്ല. ഓ കണ്ടു കണ്ടു. കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നായിരുന്നു. കഴിഞ്ഞ ആണത്തെയാണോ ഇത്തവണത്തെയാണോ അടിപൊളി? ഈ പ്രാവശ്യത്തെ അടിപൊളി. കുറെ സർപ്രൈസ് ഉണ്ടായിരുന്നു. അതെ, നമുക്ക് ടാബ്ലോകളും പുലികളൊക്കെ നല്ല അച്ചടക്കം, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ പുലികളി? ഇത്തവണത്തെയാണോ ഇഷ്ടപ്പെട്ടത്? കഴിഞ്ഞ തവണ കണ്ടായിരുന്നോ? കഴിഞ്ഞ തവണത്തെയാണോ ഇത്തവണത്തെയാണോ അടിപൊളി? ഏത് കളർ പുലിയെ ഇഷ്ടപ്പെട്ടത്? ബ്ലാക്ക്. കുറെ പേർക്ക് ബ്ലാക്ക് പറയുന്നുണ്ട്. എല്ലാവർക്കും ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കുറെ മെറ്റാലിക് കളറുകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ബ്ലാക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. ടാബ്ലോകളും അടിപൊളി. ഏത് ടാബ്ലോ ഇഷ്ടപ്പെട്ടു? ഇങ്ങനെ വന്നു പോയില്ല, പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന ഒരു ടാബ്ലോ? എനിക്ക് മറ്റേ ദശാവതാരത്തിന്റെ ടാബ്ലോ ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പം അത്തരത്തിലുള്ള കുറെ ടാബ്ലോകൾ ഉണ്ടായിരുന്നു. പരിണാമമായിരുന്നു. അപ്പം അടിപൊളിയാക്കി തവണത്തെ. എവിടെ വീട്? വീട് മണ്ണുത്തിയാണ്. അപ്പം ഇനിയിപ്പം നേരം മെല്ലെ മടങ്ങുകയാണ്. കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല, പോണ വഴിക്ക് ഭക്ഷണം കഴിക്കണം. എല്ലാം കാര്യങ്ങളൊക്കെ എന്തായാലും അടിപൊളിയാക്കി. നാളെ സ്കൂളില്ലേ? സ്കൂളിൽ ചെന്നിട്ട് പറയണ്ടേ പുലികളെ കണ്ടെന്ന്? പറയില്ലേ? ടീച്ചറൊക്കെ ചോദിക്കും. പുലിയെ കണ്ടോന്ന് ചോദിക്കും. അപ്പൊ എന്ത് പറയും? പുലിയെ കണ്ടെന്ന് പറയും. ഏത് പുലിയെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ബ്ലാക്ക് പുലി, കറുത്ത പുലി ഇഷ്ടപ്പെട്ടു. ആ മോള് ഓടിപ്പോയി. അപ്പൊ എന്തായാലും ചേട്ടാ അടിപൊളി. എന്തായാലും തകർത്തല്ലോ. അടിപൊളി. ഈ അടുത്ത പോലെ ഈ പൂരം നമ്മള് പിറ്റേ ദിവസം വരാറ് പൂരത്തിന്റെ ദിവസമാണല്ലോ. തൃശ്ശൂർക്കാരുടെ പൂരം. അതാണ് പിള്ളേരെയും കൊണ്ട് വരാനായിട്ട് നമുക്ക് അതാണ്. പുലികളി നമ്മൾ ഗംഭീരമാക്കി. അടുത്തുള്ള തൃശ്ശൂർ പൂരം നമ്മൾ അടിപൊളിയാക്കി. അത് കഴിഞ്ഞുള്ള പുലികളി നമ്മൾ അടിപൊളിയാക്കി. പിന്നെ അതെ, നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ തകർക്കും. തൃശ്ശൂർക്കാരെങ്ങനെയാണല്ലോ. അപ്പം തൃശ്ശൂർക്കാരുടെ ആ വൈബാണ് അത്. ആവേശം കെട്ടടങ്ങിയിട്ടില്ല. എൻ്റെ പോലെ തന്നെ എല്ലാവരും ആവേശത്തിൽ തന്നെയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഈ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ഈ ഒരു പുലികളിയുടെ സംഘങ്ങളൊക്കെ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക്, അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു വിധിയൊന്നറിയാൻ സാധിക്കും. എന്നാലും വലിയ താമസമില്ല, പെട്ടെന്ന് തന്നെ അറിയാം. ടാബ്ലോകളൊക്കെ ഒരുപാടുണ്ട്. ടാബ്ലോകളൊക്കെ നിരവധി ടാബ്ലോകളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വീണ്ടും ഒക്കെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടല്ലോ. കണ്ടായിരുന്നോ പുലികളി? കണ്ടു. ഇഷ്ടപ്പെട്ടു. എത്രാമത്തെ കുറെ ഞാൻ തൃശ്ശൂരിനുള്ള ആളാണ്. അതെ. ഇപ്പൊ പക്ഷെ കുറച്ച് കാലമായി കണ്ടിട്ട്, കാലങ്ങൾക്ക് ശേഷം പിന്നെയും കാണുന്നു. അതെ. അന്നത്തെക്കാളും കളറാണ്. ഇപ്പം ഏത് ടാബ്ലോ ഇപ്പൊ ഈ പോയത് കൊള്ളാം. സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ ബേസ് ഇത്തവണ അതാണല്ലോ ഏറ്റവും. അതെ. അത് നന്നായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാളും മുമ്പ് കണ്ടതിനേക്കാളൊക്കെ ഗംഭീരമായി. അതെ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല. എന്താ ചെയ്യുന്നത്? ഞാൻ എഞ്ചിനീയറാണ്. സ്വീഡനിലാണ്. ലീവിന് വന്നോ? അതെ. പേരെങ്ങനെ കാണാൻ വേണ്ടി വന്നു. ആര്യ. ഞാനും ഒരു എഞ്ചിനീയറാണ്. ഞാൻ പിന്നെ ജേർണലിസത്തിലേക്കൊക്കെ വന്നു പോയതാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. പുലികളി കാണാനായിട്ട് തൃശ്ശൂർ എത്തിയതാണ്. അതാണ് തൃശ്ശൂർക്കാരുടെ ഈ ഒരു ഉത്സവാഘോഷ വൈബ് എന്ന് പറയുന്നത്. അതെ. ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, ഫാമിലി ഉണ്ട്. ശ്രീഹരി. എന്താ ചെയ്യുന്നത്? ഞാൻ BBA ചെയ്തോണ്ടിരിക്കുക, ഫൈനൽ ഇയർ. ഇവിടെ തന്നെയാണ്? അല്ല, ഞാൻ പാലക്കാട്. അതെ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അതെ. മെല്ലെ മടങ്ങാണോ? അതെ. അല്ല, വെല്ലിച്ചന. പിന്നെ അടിപൊളി. സൂപ്പർ. പിന്നെ വർഷങ്ങളായിട്ട്
അതെ 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 തീർച്ചയായിട്ടും ഞാനത്ര കണ്ടോ വലുത് കണ്ടിട്ടുണ്ടല്ലേ? അടിപൊളി പുലികളിയാണ്. ഇത്തവണ പട്ടേക്കലൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട്. എല്ലാവരും ഗംഭീരമാക്കി. വനിതാ പുലികൾ കുറെ ഉണ്ടായിരുന്നു. വനിതാ പുലികൾ ഒരു ലോറി നിറയെ വനിതാ പുലികൾ വന്നിരുന്നു. സൂപ്പറായിട്ട് കുട്ടിപ്പുലികളുണ്ടായിരുന്നു. കുട്ടിപ്പുലികൾ, അതുപോലെ തന്നെ ഭാവി പുലികൾ. യെസ്, ഭാവിയിലെ പുലികൾ കുറച്ച് പുലികളാണ്. ഭാവിയിലെ അവർ മെലിഞ്ഞ പുലികളായി മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മാറുമായിരിക്കും. ഇപ്പം സ്റ്റൈലൊക്കെ ഒന്ന് മാറും. വേറൊന്നൊക്കെ ഇപ്പൊ ഫാഷൻ ഉള്ളത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇല്ലാതെ പോകും. എല്ലാവരും ഹെൽത്തി പുലികളായി. ശരി, ഹെൽത്തി പുലികളാവണം. ഓക്കെ അപ്പം താങ്ക് യു. എന്തായാലും ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുക. അപ്പോൾ ഓക്കെ, എന്തായാലും ഇത്തവണത്തെ പുലികളി നമ്മൾ ഗംഭീരമാക്കി. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, അപ്പം അതാണ് ഇവിടുത്തെ വൈബാണ് കണ്ടത്. തൃശ്ശൂർക്കാരുടെ വൈബാണ് കണ്ടത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തൃശ്ശൂർക്കാരാണ് ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ നമ്മുടെ കൂടെ നേരത്തെ മൈസൂരിൽ നിന്നൊക്കെ കുറേ കൂട്ടുകാർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു കാഴ്ച കാണാനായി ഇത് കണ്ടു കഴിഞ്ഞ് തൃശ്ശൂർക്കാർ ഈ ഒരു ഭാഗത്ത് വടക്കുംനാഥൻ്റെ ഈ ഒരു മുറ്റത്ത് ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാനായി അവരങ്ങനെ ഇരിക്കുകയാണ്. അവർ വിശ്രമിച്ചിരിക്കുകയാണ്. അവരുടെ ആ ഒരു കാഴ്ചയും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുലികളൊക്കെ അവസാന ലാപ്പിലേക്കുള്ള ജോഷി ഇവിടെ തന്നെയാണോ? അത് തന്നെ. എത്രാമത്തെ പുലികളിയാണ് ഇപ്പം ഈ കൊല്ലം കാണുന്നത്? കുറെ കാലമായോ കാണുന്നു? കുറെ കാലം. ഇത്തവണത്തെയാണോ കഴിഞ്ഞ തവണത്തെയാണോ അടിപൊളി? കഴിഞ്ഞ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ തോന്നി. ഇത്തവണ ഒന്ന് കുറഞ്ഞല്ലേ? അപ്പോൾ ടാബ്ലോകളൊക്കെ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ടാബ്ലോ ഒക്കെ? പെട്ടെന്ന് ഓർത്ത് വെക്കുന്ന ഒരു ടാബ്ലോ ഏതാ? പെട്ടെന്ന് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയ ഒരു ടാബ്ലോ? അങ്ങനെ എല്ലാം നല്ല തന്നെ. എല്ലാം നല്ല തന്നെ. അപ്പം എല്ലാവരും മടങ്ങുവാണ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കണം. ചെന്നിട്ട് കഴിക്കണം. ഓക്കെ, ഇനിയിപ്പോ അടുത്ത പൂരത്തിന്, ഇനി അടുത്ത പൂരമാണ് നമുക്കുള്ള. ഓണം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അടിപൊളി ചേട്ടാ. അപ്പം തൃശ്ശൂർക്കാരുടെ വിശേഷങ്ങളാണ്. അതിങ്ങനെ പറഞ്ഞു പോവാ. ഒരുപാട് പേര് ഇങ്ങോട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിയാസ് കെ എം ആർ നമ്മളോടൊപ്പം ചേരുന്നു. റിയാസ്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ? ഒരു വിധി നിർണ്ണയത്തിനും ഇവിടെ വിവിധ പ്ലോട്ടുകൾ ഇപ്പോഴും അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാദ്യമേളകളുണ്ട്. ഈ ഒരു റൗണ്ട് ചുറ്റി രണ്ടാം റൗണ്ടിലേക്കാണ് പുലികൾ ഇങ്ങനെ കടന്നു വരുന്നത്. പുലികളിയുടെ ആവേശം അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ചേട്ടാ, എവിടെ നിന്ന് വന്നു? ഞാൻ കോഴിക്കോട് നിന്ന്. ഹരിദാസ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താ. ആണോ? നമ്മുടെ ഇവിടെ മലപ്പുറം ജില്ലയുടെ ബോർഡറിലാണ്. പക്ഷേ കോഴിക്കോട് നിന്നാണ് പൊതുവെ പറയാ അല്ലേ? അതെ, കോഴിക്കോട് അടുത്ത നഗരം കോഴിക്കോടായതുകൊണ്ട്. ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ല, ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. അത്രയ്ക്ക് എന്താ പേരെന്താ? കഴിഞ്ഞ തവണത്തെ ഇത്തവണ ആര് കപ്പ് കൊണ്ടു? എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കുന്നുള്ളൂ അല്ലേ? അങ്ങനെ ഒരു ആവേശത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇതാ കുട്ടംകുളങ്ങര ആയിരിക്കുമെന്ന് എവിടെയാ? തൃശ്ശൂർ തന്നെയാണ്. ഇത്തവണ ആര് കപ്പുണ്ട്? വിയ്യൂര് അയ്യന്തോള് അല്ലേ? എന്തായാലും ഏറ്റവും നന്നായി കളിച്ചവർക്ക് കപ്പ് ഇട്ടിട്ട് അല്ലേ? ഇനി ആർക്ക് കപ്പ് കിട്ടിയാലും നമ്മൾ തൃശ്ശൂരാര് ഒറ്റക്കെട്ട. അതെ, ആഘോഷങ്ങളുടെ നാടാണല്ലേ? കള്ളൂടി അത് കഴിഞ്ഞ് എന്തുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ? നമുക്കിങ്ങനെ ആണോ? ഇപ്പൊ എത്ര വിക്കറ്റ്? 4.
നമുക്ക് കാണാം ഇവിടെ ആവേശം ഇങ്ങനെ അലതല്ലുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആ ആവേശത്തിനൊപ്പം നമുക്കും ഒന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനായി പതിയെ ഈ കയറുന്ന് മറികടന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളോടൊക്കെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. തൃശ്ശൂർ എല്ലാ വർഷവും ഇത്തവണ ആര് കൊണ്ടുപോകും? നായ്ക്കനാൽ കൊണ്ടു അല്ലേ? ആ നായ്ക്കനാലിന്റെ ആവേശം ഇവിടെ അലതല്ലുന്ന ഒരു സാഹചര്യമാണുള്ളത്. നായ്ക്കനാലിന്റെ വാദ്യമേളങ്ങൾ നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ പുലികളുടെ ചടുലമായ ഗംഭീര നൃത്തം അടിച്ചു പൊളിക്കുകയാണ് അവര്. നായ്ക്കനാല് തകർക്കുകയാണ്, തിമിർക്കുകയാണ്. ഇവിടെ ആളുകള് പലരായിട്ട് ചേട്ടാ എഴുന്നേരുന്നു. ഇതാണ് ആരും ഉണ്ടോ അറിയില്ല. ആരും കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. താടി അടിപൊളിയാട്ടോ. നമസ്കാരം. എന്താ പേരെന്താ? പേര് അക്ഷയ്. അക്ഷയ്. എവിടെയാ വീട്? വാടനപ്പള്ളി, തിരുത്തല്ലൂർ. വാടനപ്പള്ളി എന്നറിയാം. പിന്നെ അക്ഷയ് നേരത്തെ എത്തിയോ? നേരത്തെ എല്ലാ ഇതും കണ്ടു. പുലികളെ കണ്ടു. ഇത്തവണ ആരും കൊണ്ടുപോകും? സീതാറാം വരുമ്പോ ഭയങ്കര അല്ലേ? ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആവേശം ഇങ്ങനെ അലതല്ലിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതിന്റെ മേളങ്ങൾ അല്ലേ? പൊളിക്കുകയാണല്ലേ? അതെ, തകർത്ത് പൊളിക്കുകയാണ്. അതാണ് നായ്ക്കനാലിന്റെ ആളുകൾ ഇങ്ങനെ തകർത്ത് പൊളിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. കയറിങ്ങനെ അല്ലേ? കയറ് മുറുകിക്കൊണ്ടിരിക്കുന്നു. ആവേശവും മുറുകുന്നു. അതെ, സ്വാഭാവികമായിട്ടും കാളിദാസും എത്തിയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് കിടക്കാം. കയറ് മുറുകയാണ്. ഇനിയിപ്പോ കയറ് മുറുകുന്ന വേളയിൽ നമ്മൾ അകത്ത് കയറിയാൽ ചിലപ്പോൾ അകത്ത് പെട്ടു പുറത്തേക്ക് ഇറങ്ങാൻ പാടായിരിക്കും. പുലികളൊക്കെ നന്നായി വേർത്ത് ക്ഷീണിച്ചിട്ടുണ്ട്. കാളിദാസ് നല്ലോണം വേർത്ത് ഘട്ടത്തിലേക്ക് എത്തി. അതെ. അപ്പോ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അതെ, പുലികൾ വേർക്കില്ല. അതെ. ചേട്ടൻ പേര് ഞാൻ മറന്നുപോയി. വാസുദേവൻ. 4 പെഗടിച്ചിട്ടും ക്ഷീണിക്കാത്ത വാസുവേട്ടൻ പറയണം അവര് വേർക്കില്ല. പുലികൾ അവരുടെ മെറ്റാലിക് പെയിന്റ്, ആ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവര് വേർക്കുള്ളൂ. അതാണ് പുലി പോലെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന പോലെ പുലികൾ വേർക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഇത് ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എന്താ പേര്? എന്റെ പേര് വിനോദ്. എവിടെ നിന്ന് വരുന്നു? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. വരടി എന്ന് പറയും. തൃശ്ശൂർകാരൻ തന്നെയാണ്. അപ്പൊ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോണു. പിന്നെ ഓണം പുലിക്കളി എന്ന് പറഞ്ഞ നമുക്ക് വേറെ തന്നെ വൈബാണ്. അതെ, വേറെ രക്ഷയില്ല. അതെ, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. എങ്ങനെയുണ്ട്? ഫാമിലി ആയിട്ട് വന്നാണ്. എന്താ പേര്? രമേശ്. ശ്രീഹരി ബിജി. എവിടെയാ വീട്? കൊടകര പുരാണം നമുക്ക് പറയാൻ കുറെ ഉണ്ട്. കാവടികളുടെ നാടാണ്. അതെ, കാവടികളുടെ നാടാണ് കൊടകര. ഇനിയിപ്പോ അവിടുന്നാണ് നമ്മൾ ഇവിടെ അല്ലെ പുലികളി കാണാൻ. അടിപൊളി, ഗംഭീരായിട്ടുണ്ടല്ലേ? തകർത്ത്. കൊള്ളാം അല്ലേ? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? എല്ലാ ദേവഗണങ്ങളെയും ഒരുമിച്ച് പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്ലോട്ടാണ്. ആ പ്ലോട്ടും ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്ലോട്ട്, നല്ല കാണാൻ ഭംഗിയുള്ളൊരു പ്ലോട്ട്. അതിങ്ങനെ പതിയെ മന്ദം നീങ്ങുകയാണ്. ഒരു ചേട്ടൻ പാർത്തുന്നുണ്ട്. അപ്പോൾ തൈക്കാട്ടുശ്ശേരിയാണ്. എന്താ പേര്? സുജിത. ആദ്യമായിട്ടാണ്? ആ നൃത്തം കാണുമ്പോൾ ആദ്യമായിട്ടല്ല. എല്ലാ വർഷവും ആവേശം കയറിയിരിക്കുന്ന ഒരാളോട് ആദ്യമായിട്ടാണോ നോക്കി? എന്താ പേര്? ആദ്യം തന്നെ ഈ എവിടെ വീട്? എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂര്. അതിനായിട്ടോ കാണുന്ന ആദ്യം? എന്ത്? എന്താ ജോലി? എത്ര വർഷം? ആദ്യമായിട്ട് വന്നപ്പോ എന്ത്
നിൽക്കുകയാണല്ലേ? അത് വാ 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 പറയും. അടിപൊളിയാണ് പുലിക്കളി. നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവമാണ്. ആദ്യമായിട്ടാണ് ആദ്യമായിട്ടൊന്നുമില്ല, നമ്മൾ തൃശ്ശൂർക്കാരായിട്ട് ആദ്യമായിട്ട് സംഭവം ചെയ്യും. പക്ഷെ ഇവൻ ആദ്യമായിട്ട് കാണുന്ന പോലെ എന്റെ പേരെന്താടാ? എൻ്റെ പേര് വിജയ്. വിജയ് നമ്മുടെ ഒറീസക്കാരനെ ഇവിടെ 8-10 ഓ, മലയാളം നന്നായി അറിയും. നമ്മളെക്കാളും നന്നായിട്ട് മലയാളം അറിയാം. എന്താ പേര്? രാജേഷ് NFS ആണോ? രാജേഷ് ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ലേ 15-10 കാണുന്നുണ്ട്. പുലികളി പൊളിയല്ലേ? ഒഡീഷയിലെ എവിടെയാ? ഒഡീഷ പറമ്പൂർ. അവിടെ പോയിട്ട് നമുക്ക് പറയണം. നവീൻ പട്നായിക്കിനോടൊക്കെ ഒന്ന് പറയണം അല്ലേ? ഇതുപോലെ അവർക്കൊക്കെ അറിയോ? അറിയല്ലേ? അതെ, നവീൻ പട്നായിക്കിനൊക്കെ അറിയാം. ഇപ്പൊ നവീൻ പട്നായിക്ക് അല്ല. ഇല്ല ഇപ്പൊ പിന്നെ എന്താ കേട്ടോ? അതെ, പാവം ക്യാമറയുടെ കഴുത്ത് പൊട്ടിക്കും. നമ്മളിപ്പോ ഒരു ടീം സെന്ററിലേക്ക് ഓക്കെ. അല്ല പിന്നെ ഓക്കെ. നിന്റെ പേര്? എൻ്റെ പേര് ബിജോയ്. ഓക്കെ. എല്ലാരും എവിടെയാ? അരിമ്പൂരാരാണ്. എല്ലാ വർഷവും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പൊളിയല്ലേ? അപ്പൊ നമുക്കൊരു ആർക്ക് വിളിച്ചാലോടാ അല്ലേ? അത് വേണം. ക്ലബ് ഉണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ ക്ലബിന്റെ പേര് ഇപ്പൊ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളുടെ ക്ലബിന്റെ പേര് എന്ന് പറഞ്ഞാൽ ചട്ടിപ്പാടം പിള്ളേരെന്നാണ്. ചട്ടിപ്പാടം പിള്ളേരാണ് കേട്ടോ. ഉണ്ട്. ചേട്ടാ കാണുന്നുണ്ടോ? എന്താണ് ഉണ്ട്. ചേട്ടൻ ക്യാമറയിൽ വ്യൂ ഫൈൻഡിലാണ് നോക്കുന്നത്. ഗീതേഷ് ചേട്ടനോടാണ്. ഗീതേഷ് ചേട്ടാ ഇവരെയൊക്കെ കാണുന്നില്ലേന്ന് ഒരു ഹായ് കൊടുത്തേ. ഗീതേഷ് ചേട്ടാ പറഞ്ഞു ഹായ് കൊടുത്തു അല്ലേ? അതെ. ആള് പുള്ളി കേട്ടോ. നല്ല നമ്മുടെ ഏറ്റവും ക്യാമറ ചീഫാണ് പുള്ളി. പിന്നെ ഗംഭീരമായിട്ട് വിഷ്വലുകൾ ദൃശ്യങ്ങൾ പകർത്തുന്ന ആളാണ്. അപ്പൊ ഒരു ഹായ് പുള്ളിക്ക് നമുക്ക് കൊടുത്താലോ? ഹായ് ഗീതേഷ് ചേട്ടാ. യെസ്. പൊളിച്ചല്ലേ? അപ്പം ഓക്കെ. നീ രണ്ടര അടിച്ചു കൂടി ഹാപ്പി പുള്ളിക്കളി. ഓക്കെ. അപ്പൊ ഇതാ ആളുകൾ ഇവിടെയുണ്ട്. എന്താ പേരെന്താ? പേര് ലിൻസൺ പോൾ. തൃശ്ശൂർ ജില്ല പാവറട്ടി. ലിൻസൺ പോൾ. യെസ്. ഡെൻസൺ ദേവസി എരുമപ്പെട്ടി. ആദ്യമായിട്ടാണോ? ടെൻഷൻ അല്ലല്ലോ, സ്ഥിരമായിട്ട് വരുന്നില്ല. അല്ല, ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇല്ല. അപ്പുറത്താണ്. നമ്മൾ തൃശ്ശൂർ ഞങ്ങളൊരു നഗരമാണ്. ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ആക്ച്വലി. പുലിക്കളി സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം നമ്മളൊരു സ്വകാര്യമായിട്ടുള്ള അഹങ്കാരമാണ് പുലിക്കളി. സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം. തൃശ്ശൂർ പൂരം, തൃശ്ശൂർ പുലിക്കളി, അല്ലെങ്കിൽ സാന്താക്ലോസിന്റെ പരിപാടി. തൃശ്ശൂർ പൊളിയല്ലേ എല്ലാം കൊണ്ടും? അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ വേറെ എവിടെ എടുത്താൽ പോലും ജാതി മതം ഇല്ലാതെ എല്ലാം എത്ര ഉത്സവങ്ങളാണ്. എല്ലാത്തിനും അതിന്റെ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോട് സ്വീകരിക്കുന്ന ഒരു തീർച്ചയായും അത്രേ ഉള്ളൂ. പൊളിച്ചു അല്ലേ ഇന്നത്തെ ഈ പുലിക്കളി? ഇങ്ങനെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നിങ്ങൾ എവിടുന്നാണ്? ഞാൻ കണ്ണൂരാണ് സ്വദേശം. കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. എത്രാമത്തെ എക്സ്പീരിയൻസ് ആണത്? ഞാൻ കാണുന്നത് രണ്ടാമത്തെയാണ്.